വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ കുടുംബവിളക്ക് സീരിയലിന്റെ ക്ലൈമാക്സ് നാളത്തെ ആ ഒരു പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ സുമിത്ര എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പൂജയുടെയും അപ്പുവിൻ്റെയും വിവാഹം നടത്താനുള്ള തീരുമാനം എടുക്കുകയാണ്. അപ്പം രഞ്ജിതയെ പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ വളരെയധികം രഹസ്യമാക്കി വെച്ചിരുന്നത്. അങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിശ്വനാഥനാണെങ്കിലോ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം അനിരുദ്ധിനും അതുപോലെ തന്നെ പ്രതീഷിനും ഒക്കെ നല്ല ടെൻഷനുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നതിന് തുല്യമായില്ലേ അമ്മേ, ഇനി എന്താ ചെയ്യേണ്ടത്? വിവാഹം കഴിക്കാൻ വേണ്ടി വന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഈ മക്കൾ പറയുന്ന സമയത്ത് നമ്മുടെ വിശ്വനാഥൻ തന്നെ ആ ഒരു പ്ലാനിങ്ങിൻ്റെ കഥ അവിടെ പുറത്തു വിടുകയാണ്. അങ്ങനെ വിശ്വനാഥനും സുമിത്രയും തമ്മിൽ നേരിട്ട് കണ്ട കാര്യങ്ങൾ. അപ്പം സുമിത്രയാണെങ്കിലോ തനിക്ക് ഒരിക്കലും തൻ്റെ മക്കൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. രണ്ടാമത് വിവാഹം കഴിച്ചു ആ രോഹിത് എന്ന് പറയുന്ന വ്യക്തി മാത്രമേ ഇനി തൻ്റെ ജീവിതത്തിൽ മരണം വരെ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യമൊക്കെ സുമിത്ര ഇയാളെ കണ്ട് സംസാരിച്ചു. അപ്പം തൻ്റെ മക്കൾക്ക് വിഷമം ആവരുത്, അതിന് വേണ്ടിയിട്ട് മാത്രം താൻ ഇങ്ങനെയുള്ളൊരു കാര്യം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു ഭീകരി നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി കൊണ്ടുപോകുന്നതെന്നും ഒക്കെ പറയുന്ന സമയമാണെങ്കിലോ വിശ്വനാഥൻ പറഞ്ഞു, സുമിത്ര വിഷമിക്കുകയൊന്നും വേണ്ട. സുമിത്രയെ പോലെ ഉള്ള ഒരു നല്ല വ്യക്തിയെ അതും ഈ പ്രായത്തിൽ പരിചയപ്പെടാൻ സാധിച്ചത് തന്നെ ഞാൻ അത് വലിയ കാര്യമൊക്കെ എടുക്കുകയാണ്. എന്തായാലും സുമിത്രയുടെ ഈ പ്ലാനുകൾക്കൊപ്പം ഞാൻ ഇനി ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മുടെ വിശ്വനാഥൻ സുമിത്രയ്ക്ക് ഒരു സുഹൃത്ത് എന്ന പോലെ നിൽക്കുകയാണ്. അപ്പം വിശ്വനാഥൻ്റെ ഈ ഒരു തീരുമാനം സുമിത്രയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അങ്ങനെ അവരെടുത്ത തീരുമാനമാണ് ഇന്നിവിടെ നമ്മുടെ അപ്പുവിൻ്റെയും അതുപോലെ തന്നെ പൂജയുടെയും വിവാഹത്തിൽ കലാശിക്കുന്നത്. എല്ലാവരും വളരെയധികം ഹാപ്പിയായി. പക്ഷേ നമ്മുടെ പ്രതീഷിനും അതുപോലെ തന്നെ അനിരുദ്ധിനും ഇതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കൂടി തൻ്റെ അമ്മയുടെ സന്തോഷം അത് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മക്കൾ രണ്ടുപേരും അമ്മ എടുത്ത തീരുമാനത്തിനോടൊപ്പം നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നന്നായി നടന്ന സ്ഥിതിക്ക് നമുക്കിനി ചടങ്ങുകൾ അങ്ങ് നടത്തിയാലോ. തിരുമേനിയാണെങ്കിൽ വന്ന് പറഞ്ഞു മുഹൂർത്തം ആകാറായി, കാര്യങ്ങളൊക്കെ നീക്കുപോക്കാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ താലപ്പൊലിയുടെ ആരവങ്ങളോട് കൂടി നമ്മുടെ പൂജയാണെങ്കിൽ ആ ഒരു കതിർമണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും പൂജയെ അനുഗ്രഹിച്ചത് നമ്മുടെ വിശ്വനാഥൻ തന്നെയാണ്. അപ്പം വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ വേറെയും ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്നു. അതൊക്കെ ഇതാ നമ്മുടെ ക്ലൈമാക്സോട് അടുത്ത് തുടങ്ങുമ്പോൾ നമുക്കറിയാം കേട്ടോ. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്ന സമയത്ത് അരവിന്ദൻ പറഞ്ഞു വെച്ചതനുസരിച്ച് രഞ്ജിത കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ നമ്മുടെ സുമിത്രയുടെ മൂന്നാമത്തെ വിവാഹത്തെ കുറിച്ചിട്ട്. അപ്പം രഞ്ജിത അറിഞ്ഞത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് കല്യാണമെന്നും വരനെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്നാലും സുമിത്രയുടെ കല്യാണത്തിന് ഗംഭീരമായിട്ടുള്ള ഒരു ഗിഫ്റ്റും ഒക്കെ കരുതി നമ്മുടെ രഞ്ജിത തമ്പുരാട്ടി വന്നിങ്ങിറങ്ങി. അങ്ങനെ സുമിത്രയുടെ വിവാഹം കൂടാനായിട്ട് അവിടെ എത്തിയ രഞ്ജിത കാണുന്ന കാഴ്ച നമ്മുടെ പൂജ ഒരു നവവധുവിൻ്റെ വേഷത്തിൽ, അതും കയ്യിൽ താലപ്പൊലിയൊക്കെ ആയിട്ട് കതിർമണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്ന കാഴ്ച. അപ്പം ഇത് കണ്ടതും രഞ്ജിതയെ സംബന്ധിച്ചിടത്തോളം സർവവും നശിച്ചു പോയി എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തിക്കുക. രഞ്ജിതയ്ക്കാണെങ്കിൽ സുമിത്രയുടെ വിവാഹം കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഇവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ തൻ്റെ സകല സ്വത്തുക്കളും മറ്റൊരുത്തൻ്റേതാകുന്ന ആ ഒരു കാഴ്ച. ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. രഞ്ജിത ആ ഒരു അറ്റ കൈ പ്രയോഗം അവിടെ വെച്ച് നടത്താൻ തുടങ്ങുകയാണ്. അപ്പം ഇവളാണെങ്കിൽ അത്യാവശ്യം ക്രിമിനൽ ബുദ്ധിയുള്ളതും അതുപോലെയുള്ള ഒരു മനസ്സുള്ള ഒരുത്തിയും ആണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിൽ കരുതിയിരുന്ന ആയുധം അവൾ പുറത്തെടുക്കുമ്പം അവളെ തടയാൻ വേണ്ടിയിട്ട് ഒരാളവിടെ എത്തുകയാണ്. മറ്റാരുമല്ല നമ്മുടെ വിശ്വനാഥൻ്റെയും അതുപോലെ തന്നെ സുമിത്രയുടെയും ഒക്കെ വേണ്ടപ്പെട്ട ഒരാൾ. വിശ്വനാഥൻ രോഹിത്തിൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അതാ രോഹിത് തന്നെ അവിടെ മടങ്ങിയെത്തുന്ന ഒരു കാഴ്ച. ഈ കാഴ്ചയൊക്കെ കാണുമ്പോഴത്തേക്കിനും രഞ്ജിതയാണെങ്കിലും മൊത്തത്തിൽ അസ്തമിച്ചു. ഇപ്പതാ മരിച്ചുപോയി എന്ന് പറയുന്ന തൻ്റെ ഏട്ടൻ വരെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അവസ്ഥ. വിശ്വനാഥനാണ് ഈ കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ച് നിന്നത്. എന്തായാലും നമ്മുടെ സുമിത്രയ്ക്ക് അത്തരത്തിലുള്ള ഒരു നല്ല ജീവിതം കൊടുത്തുകൊണ്ട് അവിടെ രഞ്ജിത എന്ന് പറയുന്ന കൊലയാളിയെ അവളെ ജയിലിലേക്ക് ആക്കിക്കൊണ്ടുള്ള ഒരു ക്ലൈമാക്സ് എപ്പിസോഡ്. അതോടുകൂടി നമ്മുടെ പൂജയുടെ വിവാഹം വളരെ ഗംഭീരമായിട്ട് നടത്തുകയാണ്. പൂജ വിവാഹിതയായതിനു ശേഷം നമ്മുടെ അപ്പുവും പൂജയും കൂടെ
സുമിത്രയുടെയും രോഹിത്തിൻ്റെയും അതുപോലെ തന്നെ ഇപ്പം വന്നു കയറിയ നമ്മുടെ വിശ്വനാഥൻ്റെയും കാല് തൊട്ട് വണങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ശുഭപര്യാപ്തിയായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്. കാത്തിരുന്ന് കാണുക. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.